ശ്രീ ബി ഗോപകുമാർ, അങ്ങേക്ക് 3 മിനിറ്റ്. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥന ബില്ലിനെ എതിർക്കുന്നു. ഇവിടെ 3 അംഗങ്ങളെ മറുഭാഗത്ത് എത്രമാത്രം ഭയക്കുന്നു എന്ന് അവരുടെ ചർച്ചയിൽ വ്യക്തമായി. അവർ ഭയക്കുന്നത് ബംഗാളിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യം അധികാരത്തിൽ വരുമോ എന്ന ഭയമായിരിക്കും അവർക്കുള്ളത്. ഞങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുത്തതിനെയാണ് ഒരംഗം, ബഹുമാനപ്പെട്ട ഒരു അംഗം, ഒരു അഭിപ്രായ പ്രകടനം നടത്തി. ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ പാർട്ടിയുടെ മെജോറിറ്റിയും സീനിയോറിറ്റിയും പരിഗണിച്ചിട്ടാണോ പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്തത്, അതോ നിങ്ങളുടെ മുന്നണിയുടെ മൈനോറിറ്റിയുടെ അഭിപ്രായമാണോ നിങ്ങൾ നടപ്പിലാക്കിയത് പാർലമെൻ്ററി പാർട്ടി ലീഡറെയും മുഖ്യമന്ത്രിയെയും തിരഞ്ഞെടുക്കാൻ? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കിയിട്ട് ഇപ്പുറത്തുള്ള 3 പേരെക്കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കും നല്ലത്. 2, നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ധീരമായ ഒരു നിലപാടുണ്ട്. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് റീ എക്സാം നടത്തി. AI സാങ്കേതിക വിദ്യയുടെ എല്ലാ പഴുതുമടച്ച് നടത്തിയിട്ടുള്ള തീരുമാനമുണ്ട്. ഞങ്ങൾ ആ തീരുമാനത്തെയാണ് പ്രശംസിച്ചത്. വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ട്. മറിച്ച് കേരളത്തിലെ PSC പരീക്ഷ, കേരളത്തിലെ യൂണിവേഴ്സിറ്റി പരീക്ഷ ക്രമക്കേട്, ആ ക്രമക്കേടിനെ സംബന്ധിച്ച് ഈ നിയമസഭയിൽ അങ്ങനൊരു പ്രമേയം ആ ക്രമക്കേട് നടന്നപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട അവിടെയാണ്. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ഉചിതമായ നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ പ്രശംസിച്ചത്. സർ, ഈ ഇടക്കാല ബഡ്ജറ്റ് കൊണ്ടുവന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ: മദ്യനികുതി കുറയ്ക്കണം. ഇത് ഒരു DKBD ലീഡാണ്. കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഡീല് മദ്യനയത്തെ സംബന്ധിച്ച്. എന്നാൽ കർണാടക ഗവൺമെന്റ് ആൽക്കഹോൾ ഇൻ ബിവറേജ് അവരുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നു, വീര്യം കുറഞ്ഞ മദ്യത്തിന് വില കുറയ്ക്കാൻ. ഇവിടെയോ റെഡി ടു ഡ്രിങ്ക്. അവർ രണ്ടും സമാനമാണ്. വലിയൊരു ഏർപ്പാട് ഇവിടെ നടന്നിട്ടുണ്ട്. ആ ബഡ്ജറ്റിൽ എവിടെ ചർച്ച നടത്തിയിട്ട്, ഏത് മുന്നണിയിൽ ചർച്ച നടത്തിയിട്ട്, ഏത് ക്യാബിനറ്റിൽ ചർച്ച നടത്തിയിട്ട്, ഏത് നിയമസഭാ കമ്മിറ്റിയിൽ ചർച്ച നടത്തിയിട്ടാണ് ഈ നികുതി കുറച്ചത്? അതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതിയുണ്ട്. ആ അഴിമതിയാണ് നമ്മൾ അന്വേഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാല ബഡ്ജറ്റിൽ ഇത്ര ധൃതി പിടിച്ച് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒപ്പം ഇവിടെ വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട ഓപ്പറേഷൻ കൊടുങ്കാറ്റ് ഈ നയം നടപ്പിലാക്കിയപ്പോൾ അത് ഓപ്പറേഷൻ ഇളങ്കാറ്റായി മാറി. വലിയ പ്രചാരം കൊടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയെ അതിനെ തുരങ്കം വെക്കാൻ കൂടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള വലിയ അഴിമതി നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് കർണാടക സംസ്ഥാനത്തിൽ ബഡ്ജറ്റിൽ ഇങ്ങനെ നീതി, അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന ബിൽ വേണമെങ്കിൽ ഈ നികുതി വയോജനക്ഷേമത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെട്ട ഇൻഷുറൻസ് പദ്ധതികൾക്കോ വേണ്ടി ഉപയോഗിക്കാമായിരുന്നല്ലോ. ഒറ്റ നികുതി മാത്രമാണ് ഏറ്റവും അധികം കുറച്ചത്, മദ്യത്തിന്റെ നികുതി. അതുകൊണ്ട് തന്നെ ഈ ധനാഭ്യർത്ഥന എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന്റെ പൊതുവികാരം മാനിച്ചിട്ടുള്ളതല്ല. മറിച്ച് ഈ ഇടക്കാല ബഡ്ജറ്റിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ അഴിമതിക്ക് വളം വെക്കുന്നതിനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത്. അങ്ങയുടെ സമയം കഴിഞ്ഞു, പ്ലീസ് കൺക്ലൂഡ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുന്നു.